ഫ്രണ്ട്സ്, RRBയുടെ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 6000 മുകളിൽ വേക്കൻസി ഉണ്ട്. വേക്കൻസിക്ക് ഇനിയും കൂടാനാണ് സാധ്യത. നമ്മുടെ കേരളത്തിലൊക്കെ വേക്കൻസി ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം RRBയിലൊക്കെ ഒഴിവുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. ഞാൻ എന്തുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണമെന്ന് എന്ന് പറയുന്നതിന് പ്രധാന കാരണം, കഴിഞ്ഞ വർഷം 2024 വേക്കൻസി വന്ന സമയത്ത് അപ്ലൈ ചെയ്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റി. എന്താണ് ഇനി ചെയ്യുക? നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് പിന്നെ അതിൽ നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. മേ ബി നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് RRB തരുന്നൊരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിൽ നമ്മൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ അതിന് ശേഷം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു എന്തെങ്കിലുമൊക്കെ കാട്ടി, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല, ചിലപ്പം ഇൻ്റർനെറ്റ് കഫേയിൽ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നു പോയാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എക്സാം എഴുതാനുള്ളൊരു അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത്. ഈവൻ ഇനി എക്സാം എഴുതി നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്തായിരിക്കും മേ ബി ആ ഒരു എറർ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. എന്തായിരിക്കും നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വീഡിയോ മുഴുവൻ കാണുക. കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്ത മാതിരിയല്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു സ്ക്രൈബ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പുതിയൊരു ബട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇനി അതുപോലെ തന്നെ നമുക്കിതിൻ്റെ വേക്കൻസി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ടോട്ടൽ വേക്കൻസി ഞാൻ പറഞ്ഞു, ഇവിടെ 6238 വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ITI, അതല്ലെങ്കിൽ ഡിപ്ലോമ, അതല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ്, അതല്ലെങ്കിൽ +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട്. ഇനി ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട് കേട്ടോ. അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി, അതല്ലാതെ നോൺ എഞ്ചിനീയറിംഗ് ആയുള്ള ഡിഗ്രിയൊക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ A to Z കാര്യങ്ങൾ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി ജസ്റ്റ് ഒന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇവിടെ കാണാം. അതായത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 2 രീതിയിലാണ് വിളിച്ചിരിക്കുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 പിന്നെ മറ്റേതൊക്കെ ഗ്രേഡ് 3 ആണ്. ഈ ഗ്രേഡ് 3 ടോട്ടൽ അങ്ങനെ 30 കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 നിങ്ങൾക്കിവിടെ കാണാം. ഇതിൻ്റെ പേ ലെവൽ 5 ആണ് വരുന്നത്, ബാക്കിയെല്ലാം പേ ലെവൽ 2 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഓരോന്നും പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ചിലതിൽ B1 ആണ്, ചിലതിൽ A3 ആണ്, ചിലതിൽ എന്താണ് ഈ പറയുന്ന C1 ആണ്. അപ്പോൾ C1 എന്താണ്, B1 എന്താണ്, A3 എന്താണ്, B1 ഈ പറയുന്ന അങ്ങനെ ഓരോന്നും B2 എന്താണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണട വെച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, കണ്ണട വെക്കാത്തവർക്കാണോ, ലെൻസ് വെച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ലൈസിക് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഓരോ വേക്കൻസിയുടെയും സെപ്പറേറ്റ് അല്ല, ഓരോ പേഴ്സൻ്റേജ് സെപ്പറേറ്റ് വേക്കൻസി കാര്യങ്ങളോട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് നോക്കണം. അപ്പോൾ ഇത് നോക്കാതെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി വൈസ് വേക്കൻസി ഉണ്ട്, അതെങ്ങനെയാണ് നോക്കേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ ഏത് RRB ചൂസ് ചെയ്യണം, അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ നമ്മളിതിലേക്ക് എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഫോട്ടോ കഴിഞ്ഞ പ്രാവശ്യം RRBയിൽ ജസ്റ്റ് നമ്മൾ സ്കാൻഡ് ഇമേജ് ആണ് അപ്ലോഡ് ചെയ്യുക കഴിഞ്ഞ എക്സാമിനൊക്കെ. ഇപ്പോൾ അതല്ല, ലൈവ് ക്യാപ്ചറാണ്, ലൈവായിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാത്തിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളൊരു ഇൻ്റർനെറ്റ് കഫേയിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അവരോട് ചോദിച്ച് അതിൻ്റെ പ്രിവ്യൂ ഒക്കെ വെച്ച് നിങ്ങൾക്ക് കറക്റ്റ് വെരിഫൈ ചെയ്ത് അത് സബ്മിറ്റ് കൊടുത്താൽ മതി. അതല്ല നേരെ തിരിച്ച് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു നോളജും ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് കഫേ പോകുന്ന സമയത്ത് അവർ പറയുന്ന പോലൊക്കെ ചെയ്ത് മേ ബി എന്തെങ്കിലും എറർ കാര്യങ്ങളൊക്കെ മേ ബി നിങ്ങൾക്ക് വരാനുള്ള, ഈവൻ അക്ഷയയിൽ വരെ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഇത് നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് റീഡ് ചെയ്തവരൊന്നും ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ നിങ്ങൾ പ്രത്യേകം ഒഴിവാക്കുന്നതിനായിട്ട് വീഡിയോ മുഴുവൻ കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് എനേബിൾ ചെയ്യാനൊന്നും മറക്കണ്ട. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം, സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പറാണ് CEN 2/2025. അപ്പോൾ ഇതിലേക്ക് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് വിവിധ RRBസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരമൊക്കെ വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ 2 കാറ്റഗറിയിലാണ് വിളിച്ചത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം മറ്റു ഭാഗത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ അവിടെ കാണാം നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ. ഇതൊരു കാറ്റഗറിയാണ്. അത് പേ ലെവൽ 5 എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. 29,200 ഇതിൻ്റെ ഇനീഷ്യൽ പേ ആണ് വരുന്നത് കേട്ടോ. പിന്നെ അലവൻസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ടാവും. പിന്നെ അതുപോലെ B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. എന്താ B1 എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ. 18 to 33 ഏജ് വരുന്നത്. അപ്പോൾ മിനിമം ഏജ് 18, 1/7/2025 മിനിമം ഏജ് 18, മാക്സിമം 33 കഴിയാനും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏജിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നമ്മുടെ വെബ്സൈറ്റിൽ ഏജ് കാൽക്കുലേറ്ററിൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ടോട്ടൽ വേക്കൻസീസ് 183 വേക്കൻസി ഉണ്ട്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 പേ ലെവൽ 2 ആണ്, 19,900 ആണ് ഇനീഷ്യൽ പേ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന C2, B2, അതുപോലെ A1 അങ്ങനെ ഓരോരോ കാറ്റഗറി ആണല്ലോ നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ കുറച്ച് കാറ്റഗറി നമ്മളിവിടെ പറഞ്ഞല്ലോ. ഓക്കെ, യെസ്, നമ്മൾ
അതിൻ്റെ അതാ ഇവിടെ പറഞ്ഞില്ല C2 B1 B2 എന്നൊക്കെ ഉള്ള. അപ്പോൾ അതാണ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നും ഞാൻ പറഞ്ഞുതരാം. 18-30 ഏജ് ലിമിറ്റ് വരുന്നത്. 6085 വേക്കൻസി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വേക്കൻസി വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ 6238 നിലവിലെ വേക്കൻസി. അപ്പോൾ വേക്കൻസി ഒക്കെ കൂടാൻ തന്നെയാണ് സാധ്യത ഉള്ളത്. അപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ് വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മൾ എലിജിബിലിറ്റി നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഇപ്പോൾ ഏജ് ലിമിറ്റ് നമ്മൾ നോക്കി, അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് വെച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഓരോന്നും നമുക്ക് എന്താണ് ഓരോ പേജ് വൈസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞ കോളം. അതിൽ നെയിം ഓഫ് പോസ്റ്റഡ് ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണ് നമ്മൾ നോക്കുന്നത് ആദ്യം. ഇതിൻ്റെ പേ ലെവൽ 5 ആണ്. നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് SNT ആണ് വരുന്നത്. സിഗ്നൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ കാണാം. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇപ്പം ഈ അതിൽ തന്നെ ഓരോ കാറ്റഗറി ഉണ്ടല്ലോ. അപ്പോൾ നോ എന്നുള്ളത് ഈ നോ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന കാറ്റഗറി അതിലേക്ക് സ്യൂട്ടബിൾ അല്ല. ഇനി സ്യൂട്ടബിൾ ആണെങ്കിൽ അതിൽ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ആ കാറ്റഗറി നോക്കിയിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് നമ്മളിതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നോക്കുന്നത്. ഇവിടെ കാണാം നിങ്ങൾക്ക് ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ദെൻ IT ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ. അപ്പോൾ ഞാനിതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ പറയുന്ന ബാച്ചുലർ ഓഫ് സയൻസ് എന്ന് പറഞ്ഞാൽ BSc ആണ്. ഓക്കെ, ജസ്റ്റ് BSc ബാച്ചുലർ ഓഫ് സയൻസ് ഈ പറയുന്ന ഫിസിക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ IT അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT അതല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഈ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് BSc കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാച്ചുലർ ഓഫ് സയൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിലേക്ക് അപ്ലൈ ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓക്കെയാണ്. ഇനി അതല്ല മറ്റൊരു രീതിയിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാർക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നെങ്കിൽ ഇതാണ് വേണ്ടത്, അത് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് BSc ഇൻ എ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ IT ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇതാണ് ബേസിക് സ്ട്രീം. ഓക്കെ, ഇതാണ് നമ്മുടെ കോറായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ IT അതല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. അപ്പോൾ ഈ ബേസിക് സ്ട്രീംസിൻ്റെ ഏതെങ്കിലും സബ്സ്ട്രീമിൻ്റെ കോമ്പിനേഷനിൽ നമ്മൾ ബാച്ചുലർ ഓഫ് സയൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അപ്ലൈഡ് ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ് അങ്ങനെയുള്ള ലെവലിൽ നമ്മൾ ഈ ഒരു സബ്സ്ട്രീമിൽ നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ ആ സബ്സ്ട്രീം കോമ്പിനേഷനിൽ നമ്മൾ എന്താണ് ബാച്ചുലർ ഓഫ് സയൻസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, അതായത് ഈ ബേസിക് സ്ട്രീംസിൻ്റെ കേട്ടോ, വേറെ ഏതെങ്കിലും അല്ല, ഇതാണ് നമ്മുടെ ബേസിക് സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇതാണ് നമ്മുടെ കോർ ഡിസിപ്ലിൻ. ഈ കോർ ഡിസിപ്ലിൻ്റെ ഏതെങ്കിലും സബ്സ്ട്രീം കോമ്പിനേഷനിൽ നിങ്ങൾ BSc കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് അതുപോലെ അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഡാറ്റാ സയൻസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് അവർ പറയുന്നത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന മീനിങ് നമ്മൾ എടുത്തിട്ടാണ് പറയുന്നത് കേട്ടോ, അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ ഫൈനൽ ഡിസിഷനൊക്കെ RRBയുടെ ആയിരിക്കും, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ രീതിയിലുണ്ട്, അങ്ങനെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു രീതിയിലെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ 3 വർഷം ഡ്യൂറേഷനുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പോളിടെക്നിക് കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഏത് സ്ട്രീമിലാണെന്ന് വെച്ചാൽ എബോവ് സ്ട്രീംസ് ഓർ കോമ്പിനേഷൻ ഓഫ് എനി എബോവ് ബേസിക് സ്ട്രീംസ്. അപ്പോൾ ആ ഒരു ബേസിക് സ്ട്രീംസിൻ്റെ കോമ്പിനേഷനിലോ അതല്ലെങ്കിൽ ബേസിക് സ്ട്രീംസിലോ നിങ്ങൾക്ക് എന്താണ് ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ ബേസിക് സ്ട്രീമിൽ 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം, അതല്ലെങ്കിൽ ആ ഒരു ബേസിക് സ്ട്രീമിൻ്റെ കോമ്പിനേഷനിൽ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനിലോ നിങ്ങൾ ഈ പറയുന്ന ഡിപ്ലോമ 3 ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് BA or BTech വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് BA or BTech ഈ പറഞ്ഞിരിക്കുന്ന ബേസിക് സ്ട്രീംസിലോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനിലോ കേട്ടോ. ബേസിക് സ്ട്രീംസ് എന്ന് പറഞ്ഞതാണല്ലോ ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇതുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ കോമ്പിനേഷനിലോ നിങ്ങൾ BA or BTech കഴിഞ്ഞവരാണെങ്കിലും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ BA ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BTech ഇൻ IT അങ്ങനെയുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനിൽ നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഗ്രേഡ് 1 സിഗ്നലിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം.
ഇനി നമ്മൾ ഗ്രേഡ് 3ൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ വിവിധ ട്രേഡുകളുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ടൈം വേണം കേട്ടോ, എന്നാൽ ജസ്റ്റ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞു പോവാം. അപ്പോൾ ഗ്രേഡ് 3 നിങ്ങൾക്കൂടെ കാണാൻ ട്രാക്ക് മെഷീനാണ്. ഇതിലേക്ക് A3 ആണ് കേട്ടോ. അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ നോക്കി വെക്കുക. A3 എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഇതിൽ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് SSLC അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുക, പ്ലസ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ITI വേണം കേട്ടോ, ITIയും വേണം. ഓക്കെ, ഇനി ITI ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും പ്ലസ് എന്താണ് അപ്രൻറ്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ITI ഇല്ല, നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതൊക്കെ ട്രേഡാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ട്രാക്ക് മെഷീനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ട്രേഡ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, മെക്കട്രോണിക്സ്, ദെൻ മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, അതുപോലെ വെൽഡർ, മെഷീനിസ്റ്റ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ITI ഇല്ല, നിങ്ങൾക്ക് അതിന് പകരം അപ്രൻറ്റീഷിപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 രീതിയിലാണ് നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3ലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ +2 കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുണ്ട്. അത് എല്ലാത്തിലേക്കും പറ്റില്ല, ചില ട്രേഡ് മാത്രമേ പറ്റുള്ളൂ കേട്ടോ, അത് ഏതാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് SSLC പ്ലസ് എന്താണ് ITI, അതല്ലെങ്കിൽ SSLC പ്ലസ് നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പാണ് കേട്ടോ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, പറഞ്ഞ ട്രേഡുകളിൽ. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് ഈ പറഞ്ഞ ട്രേഡിൽ തന്നെ കഴിയണം കേട്ടോ. അപ്രൻറ്റീഷിപ്പാണ് നിങ്ങൾ വെച്ച് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഈ ട്രേഡ് തന്നെ നിങ്ങൾ കഴിയണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 ബ്ലാക്ക് സ്മിത്ത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെയിൽവേയിൽ ഇതുവരെ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇതുവരെ അപ്രൻറ്റീഷിപ്പ് ചെയ്യാത്ത ഫ്രഷറൊക്കെ ആണെങ്കിൽ റെയിൽവേയിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ മാക്സിമം നോക്കിക്കോളി. അതിലേക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിന് വീഡിയോയുടെ അവസാനം വേണമെങ്കിൽ ഒന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ബ്ലാക്ക് സ്മിത്തിൻ്റെ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. ഇവിടെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒന്നെങ്കിൽ എല്ലാത്തിലും ടെക്നീഷ്യൻ ഗ്രേഡ് 3ലേക്ക് എക്സെപ്റ്റ് നമുക്ക് ഞാൻ പറയില്ല +2 ക്വാളിഫിക്കേഷൻ വരുന്ന ഒന്നുണ്ട്, അതല്ലാതെ ബാക്കി എല്ലാത്തിലേക്കും ഈ പറയുന്ന രീതിയിൽ തന്നെയാണ് ക്വാളിഫിക്കേഷൻ. SSLC പ്ലസ് നിങ്ങൾക്ക് ITI, അതല്ലെങ്കിൽ SSLC പ്ലസ് നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രേഡ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഈ പറയുന്ന ബ്ലാക്ക് സ്മിത്തിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ദെൻ ഫോർജർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ, അതുപോലെ ഫൗണ്ടറി മാൻ, അതുപോലെ പാറ്റേൺ മേക്കർ, അതുപോലെ മോൾഡർ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് ITIയോ അതല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പോ ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം. ഓക്കെ, 10ാം ക്ലാസ് എല്ലാ പോസ്റ്റിലേക്കും നിർബന്ധമാണ്. ഇനി അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 3ൽ ബ്രിഡ്ജാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ITI എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്റർ സ്ട്രക്ചർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡ് കേട്ടോ, ഫിറ്ററോ അല്ലെങ്കിൽ ഫിറ്റർ സ്ട്രക്ചറോ അല്ലെങ്കിൽ വെൽഡറോ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ട്രേഡിൽ അപ്രൻറ്റീഷിപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ITI നിർബന്ധമില്ല. ഓക്കെ, ITIക്ക് പകരം അപ്രൻറ്റീഷിപ്പ് മതി. ഇതിലടുത്തത് കാരേജ് ആൻഡ് വാഗൺ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും പ്ലസ് ITI ആണ് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകൾ, അതായത് ഫിറ്റർ, കാർപ്പൻറ്റർ, അല്ലെങ്കിൽ വെൽഡർ, അല്ലെങ്കിൽ പ്ലംബർ, അല്ലെങ്കിൽ പൈപ്പ് ഫിറ്റർ. ഇനി അതല്ല നിങ്ങൾക്ക് 10ാം ക്ലാസ്സും അപ്രൻറ്റീഷിപ്പും ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ പറയുന്ന ട്രേഡുകൾ കേട്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ട്രേഡുകൾ അപ്രൻറ്റീഷിപ്പ് ഉണ്ടെങ്കിൽ ITIക്ക് പകരമായിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് ജനറലായിട്ട് പറയാം, കാരണം റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ ഇനി അങ്ങോട്ട്, കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് സീക്ക് ചെയ്ത് കാണുന്നവർക്കാണ് ഇതൊക്കെ മിസ്സായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3ലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നെങ്കിൽ SSLC പ്ലസ് ITI, അതല്ലെങ്കിൽ SSLC പ്ലസ് നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പാണ് കേട്ടോ, NAC നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ 2 രീതിയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ്. ഇനി അടുത്ത ഇലക്ട്രിക്കലാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ എലിജിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ് പ്ലസ് ITI എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രീഷ്യൻ, മെക്കാനിക് ഓട്ടോ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, വയർമാൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ്, ഈ പറഞ്ഞ ഏതെങ്കിലും ട്രേഡിൽ ഒന്നെങ്കിൽ ITI വെച്ചിട്ടോ അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പോ ഏതാ ചെയ്താൽ വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ മെക്കാനിക്കൽ അടുത്തത്, മെക്കാനിക്കലിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ എത്രയും ട്രേഡ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ എല്ലാം ഇനി വായിക്കുന്നില്ല, കാരണം എനിക്ക് വായിക്കണമെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാതല്ലോ, നിങ്ങൾ പഠിച്ച ട്രേഡ് നിങ്ങൾക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, ഫിറ്റർ മുതലും കൂടെ കാണാൻ പറ്റും കേട്ടോ. ഈ പറയുന്ന പെയിൻറ്റർ വരെയുണ്ട്, പെയിൻറ്റർ ജനറൽ. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ, ഇത്രയും കുറേ ട്രേഡുകളുണ്ട്, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ട്രേഡുകളിൽ നിങ്ങളെന്താണ് ITI അതല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ഇലക്ട്രിക്കൽ ഓർ TRS ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡ് ഇവിടെ കാണാം. നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ ഒന്നെങ്കിൽ ITI അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അപ്രൻറ്റീഷിപ്പ് വെച്ച് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് കുറേ ഉണ്ടായതുകൊണ്ട് കേട്ടോ ഞാനിത് വായിക്കാത്തത്, കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കേണ്ട വെച്ചിട്ടാണ്.
എനിക്കാണെങ്കിൽ എന്നൊരു പനി കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തീരെ ആകുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ വോയിസ് കുറവുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾ പറയട്ടെ, കമൻറ്റ് ചെയ്യുക. ഇനി ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കലിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 10ാം ക്ലാസ് പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഈ പറയുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് ITIയോ അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഇലക്ട്രിക്കൽ TRD ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ITI ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡ് കേട്ടോ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ITIയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ഏത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് EMU ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് അപ്രൻറ്റീഷിപ്പോ അതല്ലെങ്കിൽ ITIയോ ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് എല്ലാത്തിലും മാൻഡറ്ററി ആണ്. ഓക്കെ. അടുത്തത് ഫിറ്ററാണ്. ഫിറ്റർ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡ് ഫിറ്ററിൽ തന്നെ അവിടെ ഫിറ്റർ ഒരു ട്രേഡേ ഉള്ളൂ. ഫിറ്ററിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ITIയോ അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സും പാസ്സായിരിക്കണേ. പിന്നെ R&AC ആണ്. R&ACയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് ITIയോ അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പോ ഉണ്ടായി വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് നിർബന്ധമാണ്. ദെൻ റിവെറ്റർ ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ITI തന്നെയാണ്. അത് ITIക്ക് പകരം നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡാണ് മെഷീനിസ്റ്റ് ഗ്രൈൻഡർ, ഇതിലേതെങ്കിലും കേട്ടോ. ഇനി അടുത്ത S&T ആണ്. S&Tയിൽ നിങ്ങൾക്ക് ഇവിടെ 10ാം ക്ലാസ് പ്ലസ് ITI ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ ITIയോ അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പോ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും അപ്രൻറ്റീഷിപ്പും ഉണ്ടായി വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 10ാം ക്ലാസ്സും ITI ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിലേക്കാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&Tയിലേക്ക് +2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ +2ൽ നിങ്ങൾ ഫിസിക്സും മാത്സും പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. ഫിസിക്സും മാത്സും നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക്, അതായത് +2 സയൻസ് എടുത്ത് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ +2ൽ ഫിസിക്സും മാത്സും നിങ്ങൾ എടുത്ത് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&Tയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ എലിജിബിൾ ആണ്. വേറെ ITIയോ NACയോ ഒന്നും വേണ്ട. അപ്പോൾ ഇതിലേക്ക് 3 രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ മാത്രമേ +2 വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതിലേക്കൊന്നും +2 പറ്റില്ല. ITIയോ അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പോ ഏതെങ്കിലും ഒന്ന് വേണം. അപ്പോൾ ഇതിലേക്ക് ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ +2 ഉണ്ടെങ്കിൽ +2 വെച്ച് അപ്ലൈ ചെയ്യാം. +2 നിങ്ങൾ ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ചിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്തത് വെൽഡറാണ്. വെൽഡറിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞ പോലെ 10ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് ITI അതല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് അപ്രൻറ്റീഷിപ്പാണ്. ഇത്രയും ട്രേഡുകൾ നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ. ഈ ട്രേഡിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഇനി അടുത്തത് ക്രെയിൻ ഡ്രൈവറാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ITI അതല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് അപ്രൻറ്റീഷിപ്പാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ ട്രേഡാണെന്നുള്ളത്. മെക്കാനിക്ക് അവിടെ കാണാം. ഇത്രയും ട്രേഡിൽ ഏതെങ്കിലും ഒരു ട്രേഡിൽ കഴിഞ്ഞാൽ മതി. ഇനി അടുത്തത് കാർപ്പൻറ്ററാണ്. കാർപ്പൻറ്ററിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ITI അതല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് അപ്രൻറ്റീഷിപ്പാണ് കേട്ടോ. അത് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർപ്പൻറ്റർ, ഫർണിച്ചർ കേട്ടോ, ക്യാബിനറ്റ് മേക്കറൊക്കെ വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇലക്ട്രിക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ITI ഇതാണ് ട്രേഡ് കേട്ടോ. ഇനിയൊക്കെ അങ്ങനെ തന്നെ 10ാം ക്ലാസ് പ്ലസ് ITI അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് അപ്രൻറ്റീഷിപ്പാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ ട്രേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് പറഞ്ഞ് ക്ഷീണിച്ചു, അതാണ് കേട്ടോ. എനിക്ക് തീരെ പറയാൻ പറ്റുന്നില്ല. അതവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ. ഇതാണ് ട്രേഡുകൾ, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിൽ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ്, അതുപോലെ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ്, അങ്ങനെ ഓരോ പോസ്റ്റ് നെയിം കാണാം. അതിൻ്റെ നേരെ നോക്കട്ടെ. അടുത്തത് ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ PU ആൻഡ് വർക്ക്ഷോപ്പ്. ഇതിൽ ഇത്രയും ട്രേഡുകളാണ്. ഇതിലേതെങ്കിലും 10ാം ക്ലാസ് പ്ലസ് ITI അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് അപ്രൻറ്റീഷിപ്പ്. പിന്നെ ഫിറ്റർ, PU ആൻഡ് EWS. ഇതിൽ നിങ്ങൾക്ക് ഈ ഫിറ്ററിൽ തന്നെ 10ാം ക്ലാസ് പ്ലസ് ITI അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ് കേട്ടോ. മെഷീനിസ്റ്റ് ഇത് കുറേ കാറ്റഗറി ഉണ്ടായതുകൊണ്ട് നമ്മളിതിങ്ങനെ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഇതിലൊക്കെ 10ാം ക്ലാസ് പ്ലസ് ITI അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് അപ്രൻറ്റീഷിപ്പാണ്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്ന ട്രേഡ് നോക്കിയാൽ മതി നിങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും നമ്മൾ എലിജിബിൾ എന്താണ് വാക്കൻസീസ് ട്രേഡേഴ്സ് എന്നിട്ട് കാണിക്കും. നമ്മളിപ്പോൾ ഒരു RRB ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ എല്ലാവിധ കാറ്റഗറിയുള്ള ഒരു ഒട്ടുമിക്ക ട്രേഡുകളൊക്കെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കേട്ടോ. എല്ലാവിധ രീതിയിലുള്ള ട്രേഡുകളും ഇതിലുണ്ട് ഒരുവിധം. പിന്നെ അതിൻ്റെ കാറ്റഗറി വൈസ് വാക്കൻസിയാണ്. അതിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ബാക്കി കാര്യങ്ങളൊക്കെ എത്രയാണ് അതിൻ്റെ എന്താണ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഓരോ പേജ് വൈസ് അങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് തന്നെ നമുക്ക് പറയാം. അത് വിട്ടു പോകേണ്ട വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പേജ് വൈസ് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 28/6 ഇതിൻ്റെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അവർ ജസ്റ്റ് നോട്ടീസ് പബ്ലിഷ് ചെയ്തിരുന്നത് ജൂൺ 21 ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ആണ് കേട്ടോ. ഇന്ന് മുതൽ
മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലോസിംഗ് ഡേറ്റ് ജൂലൈ 28 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ഓൾറെഡി ജൂലൈ 28 ഉള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞവർക്ക് മാക്സിമം ഫീ അടയ്ക്കാനുള്ളൊരു ഡേറ്റ് അവർ 30/7 വരെ ഫീ അടയ്ക്കാൻ പറ്റും കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റുകൾ വന്നു പോയാൽ നിങ്ങൾക്ക് തിരുത്താനുള്ള ഡേറ്റ് ഉണ്ട് 1/8/2025 മുതൽ 10/8/2025. ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ 250 രൂപ നിങ്ങൾ ഫൈനായിട്ട് കൊടുക്കണം ഓരോ തിരുത്തലിനും കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഇതിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ കാണാൻ നിങ്ങൾക്ക് ഇപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫുൾ നെയിം, അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദർ, അതുപോലെ മദർ, ഇവരുടെ പേര്, മെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഈ കാര്യങ്ങളും നമ്മൾ ലാസ്റ്റ്, അതായത് ഓൺലൈൻ അപേക്ഷ ബാക്കി സബ്മിറ്റ് ചെയ്ത് ഏത് RRB ആണ് നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ ചൂസ് ചെയ്യുന്ന RRB നമുക്ക് തിരുത്താൻ പറ്റില്ല. നമ്മൾ ഈ പറയുന്ന രജിസ്ട്രേഷൻ സമയത്ത്, അതായത് OTR വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ ഒരു ഡീറ്റെയിൽസ്, ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. ഒരു തവണ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ അത് സബ്മിറ്റഡ് ആണ്, പിന്നെ നമുക്കത് തിരുത്താൻ പറ്റില്ല. ഈ ഡേറ്റ് നമുക്ക് അവർ തരുന്ന ഡേറ്റിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് തിരുത്താൻ പറ്റില്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഓൺലൈനായിട്ട് ഈ പറയുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസൊക്കെ നല്ല വെരിഫൈ ചെയ്തിട്ട്, അതിനാണ് പ്രത്യേകമായിട്ട് അവർ റീടൈപ്പ് ഓപ്ഷൻ വെച്ചത്, നമ്മൾ മാക്സിമം എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അതല്ലാത്ത ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഡേറ്റിൽ 1/8/2025 മുതൽ 10/8/2025 എന്ന ഈ ഡേറ്റിൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. നിങ്ങൾക്ക് തിരുത്താൻ പറ്റാത്ത ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്ത RRBയും, അതായത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, നമ്മുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദറിൻ്റെ മദറിൻ്റെ പേര്, മെയിൽ ID, മൊബൈൽ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന RRB ഉണ്ടാവും, അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരുത്താൻ പറ്റില്ല കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡേറ്റിൽ തിരുത്താൻ പറ്റും. ഓക്കെ, ഇനി ഇതിലേക്ക് സ്ക്രൈബ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ശാരീരികമായിട്ട് അവശതകൾ നേരിടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എക്സാം എഴുതാൻ സഹായിയെ വെക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സഹായിയെ വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ സഹായിക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു എന്താണ് അതിൻ്റെ ഒരു ടൈമുണ്ട്, അതിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്ക്രൈബിനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യേണ്ട ഡേറ്റാണ് 11/8/2025 മുതൽ 15/8/2025 വരെ. ഓക്കെ, ഈ ഡേറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ട സ്ക്രൈബിനെ നിങ്ങൾ ചൂസ് ചെയ്യണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. ഇനി നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും ഇതിലേക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു 2 പേ ലെവലാണ് വിളിച്ചിരിക്കുന്നത്. പേ ലെവൽ 5 വിളിച്ചിട്ടുണ്ട്, ദെൻ പേ ലെവൽ 2 ആണല്ലോ. അപ്പോൾ ഒന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3ഉം ആണ്. അപ്പോൾ ഗ്രേഡ് 1ലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്, ഗ്രേഡ് 3ലേക്കും അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഇതിന് രണ്ടിനും സെപ്പറേറ്റ് എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഗ്രേഡിന് 1ന് വേറൊരു എക്സാം, ഗ്രേഡ് 3ക്ക് വേറെ എക്സാം, അങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. സെപ്പറേറ്റ് CBT ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന RRB അതിൽ പ്രിഫറൻസ് ഒക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ എലിജിബിൾ പോസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും കേട്ടോ. പിന്നെ ഉദ്യോഗാർത്ഥികൾ സെയിം പേ ലെവലിലേക്ക് ഒരിക്കലും ഒന്നിലധികം അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ ഡിബാർ ചെയ്യുകയും ചെയ്യും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ടെക്നീഷ്യൻ 3ലേക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചു, ഞാൻ വീണ്ടും ടെക്നീഷ്യൻ 3ലേക്ക് അപേക്ഷ സമർപ്പിച്ചു. അങ്ങനെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആവും, അത് നിങ്ങളെ ഡിബാർ ചെയ്യും. പിന്നെ ഫ്യൂച്ചറിൽ വരുന്ന വേക്കൻസിയിലേക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. മേ ബി നമ്മൾ നമ്മുടെ ഈ പറയുന്ന അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്ന് നമ്മളാകെ പേടിച്ച് വീണ്ടും രണ്ടാമതൊക്കെ അപ്ലൈ ചെയ്യും. അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നിലധികം അപേക്ഷയായിട്ട് കണക്കാക്കുകയും നിങ്ങൾ ഡിബാർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോട്ടിഫിക്കേഷനിൽ 30 കാറ്റഗറിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ടോട്ടൽ നമുക്ക് 30 കാറ്റഗറിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് 30 കാറ്റഗറി വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഓരോന്നും ഓരോ കാറ്റഗറി, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ കാര്യങ്ങളാണ്. ആ 30 കാറ്റഗറിയിൽ 12 പോസ്റ്റ് കാറ്റഗറീസ് മെർജ്ഡ് പോസ്റ്റ് കാറ്റഗറിയിലായിട്ടാണ് കണക്കാക്കുന്നത്. ആ മെർജ്ഡ് പോസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു കാര്യങ്ങൾ കാണിക്കാം. ഞാനത് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഓക്കെ ഇതിൽ ഇപ്പം നിങ്ങൾക്കത് കണ്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ അതൊക്കെ ഇതിൽ പറയുന്നത്. ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഡീറ്റെയിൽസ് ഓഫ് മെർജ്ഡ് പോസ്റ്റ് കാറ്റഗറീസ് ആണ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ കാറ്റഗറി 9 ഇവിടെ 9 നോക്കാം നമുക്ക്. അപ്പം നമുക്ക് കാറ്റഗറി 9 നിങ്ങൾക്കിവിടെ കാണാം. കാറ്റഗറി 9 ഇതാണ് നമ്മുടെ കാറ്റഗറി 9.
ഇവിടെ കാണാൻ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ GS ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈ മെർജിഡിൽ നോക്കാം. മെർജിഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. യഥാർത്ഥത്തിൽ അത് 3 കാറ്റഗറിയാണ് ശരിക്കും വരിക. അതായത് ഇപ്പോൾ അത് പവർ, അതുപോലെ ട്രെയിനിങ് ലൈറ്റ്, ഇലക്ട്രിക്കൽ, ഇങ്ങനെ 3 എണ്ണമാണ് വരിക. പക്ഷേ ഈ 3 എണ്ണം പാടെ എന്താണ് കമ്പൈൻ ചെയ്തിട്ട് നോട്ടിഫിക്കേഷനിൽ നമുക്ക് തന്നിരിക്കുന്നത് 9 കാറ്റഗറി 9 എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി 9 എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ആയിട്ടാണ്. അതല്ല, ഇതിനെല്ലാം കൂടി ഇപ്പോൾ ഇവിടെ ഒരു 3 വരും, ചില സ്ഥലത്ത് ഒരു 5 വരും, അങ്ങനെ ഓരോന്നിലും കമ്പൈൻ ചെയ്തത് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഈ കാറ്റഗറി നമ്പർ തരികയാണെങ്കിൽ ഒരു 10-45ഓളം കാറ്റഗറി നമുക്കുണ്ടാവും. 45ൻ്റെ മുകളിൽ കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ അത് ഉദ്യോഗാർത്ഥികളെ എന്താണ് കൺഫ്യൂഷൻ ആക്കുന്നതൊക്കെ കുറയ്ക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഇങ്ങനെ കാണാം, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ GS എന്നാണ് കാണുക. ആക്ച്വലി അത് 3 പോസ്റ്റാണ് ശരിക്കും. ഓക്കെ, അത് 3 പോസ്റ്റാണ്, 3 രീതിയിലുള്ള പോസ്റ്റാണ്. ഒന്ന് നിങ്ങൾക്കിവിടെ കാണാം ഇലക്ട്രിക്കൽ പവർ, ഇലക്ട്രിക്കൽ ട്രെയിനിങ്, അങ്ങനെ ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സെയിം ആണ്. അതിൻ്റെ സബ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചിലതൊക്കെ മാറും. ഓക്കെ, അപ്പോൾ എല്ലാം ലെവൽ 2 വരുന്ന തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് കമ്പൈൻ ചെയ്തിട്ട് അത് മെർജ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു സിംഗിൾ കാറ്റഗറി ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷനിൽ. ഓക്കെ, അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ നിങ്ങൾക്ക് എളുപ്പത്തിനാക്കാൻ, അതായത് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കാണാം നിങ്ങൾക്ക്, ദിസ് മെർജിങ് ഹാസ് ബീൻ അണ്ടർടേക്കൻ ടു മേക്ക് അപ്ലിക്കേഷൻ പ്രോസസ് സിംപ്ലർ, ഫാസ്റ്റർ ആൻഡ് മോർ കൺവീനിയൻറ്റ് ഫോർ കാൻഡിഡേറ്റ്സ്. ഓക്കെ, അതായത് ഉദ്യോഗാർത്ഥികൾ വളരെ സിമ്പിളാക്കി അവർക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനും എളുപ്പത്തിനൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആക്ച്വലി അത് എന്ത് പോസ്റ്റാണ് എന്ന് അറിയണമെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്പറിൽ എത്രാമത്തെ പേജാണ്, 53ാമത്തെ പേജിൽ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ആ പറയുന്ന ടെക്നീഷ്യൻ 9 കാറ്റഗറി ഇവിടെ കാണാം. കാറ്റഗറി നോക്കിയാൽ കാറ്റഗറി 9 ഏതൊക്കെയാണ് അതിൽ കമ്പൈൻ ചെയ്തത്, അതുപോലെ കാറ്റഗറി 10 ഏതാണ്, 12 ഏതാണ്, 20 ഏതാണ്. അപ്പോൾ എല്ലാം ഇല്ല, അത് 30 കാറ്റഗറിയിൽ വെറും 12 കാറ്റഗറിയാണ് ഇതുപോലെ കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, മെർജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫ്രീ സ്ലീപ്പർ ക്ലാസ് റെയിൽവേ പാസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്നില്ല, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഫ്രീ പാസ് വേണമെങ്കിൽ നിങ്ങൾ അവിടെ യെസ് എന്ന് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടൂല, ആ ബെനിഫിറ്റ് കിട്ടൂല, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഇതിൽ ക്ലെയിം ചെയ്താൽ നിങ്ങളടുത്ത് വാലിഡ് ആയിട്ടുള്ള സെൻട്രൽ പർപ്പസിനെ തിരയാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഡിക്കൽ ഫിറ്റ്നസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പേജ് നമ്പർ 4 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമ്പിളായിട്ട് വാക്കൻസിയുടെ ഒരു ഷോർട്ടായിട്ട് അതിനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഓരോന്നിലും അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തീരുമാനിക്കുക നിങ്ങൾ ഏത് പോസ്റ്റിനാണ് നിങ്ങൾ എലിജിബിലിറ്റി കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം B1 ആണോ ഇത് നിങ്ങൾ നോക്കുക. ഈ ഒരു ടേബിൾ നോക്കിയാൽ ഇത് പേജ് നമ്പർ 4 ആണ്. ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുക നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഡീസൽ ഇലക്ട്രിക്കലിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ B1 ആണ്. അപ്പോൾ B1 ആണെങ്കിൽ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇതാ B1 ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ B1ലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ വിഷൻ പ്രത്യേകം ഫിസിക്കലി നമ്മൾ എന്തായിരിക്കണം, ഫിറ്റ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫിസിക്കലി നമുക്ക് എന്താണ് ഈ പറയുന്ന കുറച്ച് കായികക്ഷമത വേണ്ട ജോലിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫിറ്റ്നസ് നമുക്ക് ഉണ്ടായിരിക്കണം. ബേസിക്കായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതല്ലാതെ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷനുള്ളൂ കേട്ടോ. അല്ലാതെ ഭയങ്കരമായിട്ട് ഹൈറ്റും വെയിറ്റും അങ്ങനെ ഒന്നല്ല ഉദ്ദേശിക്കുന്നത്, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി B1 എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഡിസ്റ്റൻസ് വിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, 6/9 6/12 ആണ്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന നമ്മുടെ കാറ്റഗറി നമ്പർ 6ലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം, ഞാൻ ക്വാളിഫിക്കേഷനൊക്കെ ഓക്കെയാണ്, പക്ഷേ എനിക്ക് 6/9 6/12 മിനിമം കാഴ്ച ഉണ്ടായിരിക്കണം. അത് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. നിങ്ങൾക്ക് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഗ്ലാസ് യൂസ് ചെയ്യാം. ഓക്കെ, യാതൊരു പ്രശ്നവുമില്ല. A3ലും യൂസ് ചെയ്യാം, B2ലും യൂസ് ചെയ്യാം, C1ൽ യൂസ് ചെയ്യാം, ഗ്ലാസോ ലെൻസോ ഒന്നും പ്രശ്നമില്ല. ഓക്കെ, ഇപ്പോൾ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിലേക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് വിത്തൗട്ട് ഗ്ലാസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വേറെ തന്നെ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗ്ലാസോ ലെൻസോ എന്തും യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ അത് യൂസ് ചെയ്താൽ മിനിമം ഈ പറഞ്ഞിരിക്കുന്ന എന്ത് കിട്ടണം, നമുക്ക് വിഷൻ കിട്ടിയിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 6/9 6/12 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മീനിങ് പാടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് 6/9 ആണെങ്കിൽ നിങ്ങൾ നോക്കണം, 6/9 ആണെങ്കിൽ ഈ 9 എന്നുള്ളത് മീൻ ചെയ്യുന്നത് ഒരു നോർമൽ വിഷനുള്ള ആൾ, അതായത് നാച്ചുറലി നമുക്ക് ഉള്ളൊരു വിഷൻ ഉണ്ടല്ലോ നോർമൽ, ആ നോർമൽ വിഷനുള്ള ആൾ സ്നെല്ലൻ ചാർട്ടിൽ 9 മീറ്റർ ഡിസ്റ്റൻസ് നിന്ന് റീഡ് ചെയ്യാൻ പറ്റുന്ന സംഭവം നമുക്ക് 6 മീറ്ററിന് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ എഴുതി തരികയാണ് 6/9 ആണ് എങ്കിൽ നിങ്ങൾ അതിനെ മെയിൻ ചെയ്യേണ്ടത് ഒരു നോർമൽ വിഷനുള്ള ആൾ 9 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുന്ന സംഭവം നിങ്ങൾക്കത് 6 മീറ്ററിന് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു സ്നെല്ലൻ ചാർട്ട് ഇവിടെ ഉണ്ട് വിചാരിക്കുക. ഇപ്പോൾ അത് ഒരു 6 മീറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇതൊരു 6 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളിവിടെ നിൽക്കുന്നുണ്ട് വിചാരിക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തതുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പിന്നെ ഒരു നോർമൽ വിഷനുള്ള ആൾ ഒരു 9 മീറ്ററിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. നോർമൽ വിഷനുള്ള ആൾ ഒരു 9 മീറ്ററിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡോക്ടർ നമുക്ക് എഴുതി തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്നെല്ലൻ ചാർട്ടൊക്കെ നോക്കിയിട്ട് നമ്മളെ ഡിസ്റ്റൻസ് വിഷൻ നോക്കിയിട്ട് നമുക്ക് അവരെന്ത് ചെയ്യും, എഴുതി തരും. അതിന് കുറേ കാര്യങ്ങൾ അവർ നോക്കും കേട്ടോ, ബാക്കിയുള്ള കണ്ടീഷനൊക്കെ അവർ നോക്കും. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ 6/9 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 6/9 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് 9 മീറ്റർ, അതായത് ഇപ്പോൾ ഇത് 9 മീറ്ററിൽ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ആൾ, ഈ 9 മീറ്റർ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ആൾ സ്നെല്ലൻ ചാർട്ടിൽ, ഇതാണ് സ്നെല്ലൻ ചാർട്ട് വിചാരിക്കുക. ഇതിൽ രണ്ടാമത്തെ ലൈൻ വായിക്കുന്നുണ്ട്. 9 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ആൾ രണ്ടാമത്തെ ലൈൻ, അതിൽ ഓരോരോ ലൈനാണല്ലോ ഉണ്ടാകുക, ആ രണ്ടാമത്തെ ലൈനിലുള്ള അക്കങ്ങൾ വായിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ രണ്ടാമത്തെ ലൈനിലുള്ള അക്കങ്ങൾ ഈ 9 മീറ്ററിൽ നിന്നാൽ വായിക്കാൻ പറ്റില്ല. നിങ്ങൾ അതെങ്ങോട്ട് പോകണം, കുറച്ചുകൂടെ മുന്നോട്ട് പോയി 6 മീറ്ററിലെ ഡിസ്റ്റൻസിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ വിഷൻ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇപ്പം ആ രണ്ടാമത്തെ ലൈന് 6 മീറ്ററിലേ വായിക്കാൻ പറ്റുള്ളൂ. എന്നാൽ നോർമലായിട്ട് കാഴ്ചക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്ക് എന്ത് ചെയ്യാം, ആ സ്നെല്ലൻ ചാർട്ടിൽ നിന്ന് 9 മീറ്റർ വരെ ഡിസ്റ്റൻസിൽ നിന്നിട്ട് ആ രണ്ടാമത്തെ ലൈന് വായിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മനസ്സിലായി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലിനിക്കിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അനുസരിച്ച് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ 2 നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, 6/9 കൊടുത്തിട്ടുണ്ട്, 6/12. അപ്പോൾ ഒരു കണ്ണിന് 6/9, ഒരു കണ്ണിന് 6/12 വരെ എന്ത് ചെയ്യാം, ഇത് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നോർമലി 6/6 ആണ് നോർമൽ വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇത്രയും പ്രശ്നങ്ങൾ, അതായത് അത്യാവശ്യം കാഴ്ച കുറവുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ, ചുരുക്കി പറഞ്ഞാൽ ടെക്നീഷ്യനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഗ്ലാസ് വെച്ചിട്ട് അല്ലെങ്കിൽ വെക്കാതെ എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഗ്ലാസ് വെച്ചിട്ടാണോ ഈ വിഷൻ കിട്ടുന്നത്, പ്രശ്നമില്ല, അപ്ലൈ ചെയ്യാം. ഗ്ലാസ് വെക്കാതാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 നമ്പർ കൊടുക്കാൻ, ഒന്ന് നിങ്ങളുടെ ഒരു കണ്ണ്, മറ്റേത് 2 കണ്ണാണല്ലോ, നമുക്ക് 2 കണ്ണിനെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നതാണത് വരുന്നത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ A3 ഇവിടെ കാണാം, നിങ്ങൾക്ക് നോക്കാം, ഇവിടെ നമ്മുടെ ചാർട്ടിൽ നോക്കാം, ഇതിൽ A3 വരുന്നതുണ്ട്. ഇപ്പം ട്രാക്ക് മെഷീനൊക്കെ A3 വരുന്നത്, ചിലതിന് C1 ആണ് വരുന്നത്. അത് നോക്കിയിട്ട് നിങ്ങൾ ഏത് പോസ്റ്റാണെന്ന് വെച്ചിട്ടാണ് ചെയ്യാം. ഇപ്പോൾ A3 ഡിസ്റ്റൻസ് വിഷൻ 6/9 6/9 ആണ്. ഓക്കെ, എന്നാൽ B1 അങ്ങനെയല്ല, ഒന്ന് 6/9 ഒന്ന് 6/12 ആണ്. അതായത് ഈ 6/9 കുറച്ചും പാട് അബദ്ധമാണ് ഒരു കണ്ണിന് 6/12 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 12 മീറ്ററിൽ നിന്ന് ആൾ റീഡ് ചെയ്യുന്നത് നമുക്ക് 6 മീറ്ററിലേ കാണുള്ളൂ. അപ്പോൾ വിഷൻ കുറച്ചും പാടെ കുറവാണെന്ന് അർത്ഥം. അപ്പോൾ അടിയിലുള്ള ഈ നമ്പർ ഉണ്ടല്ലോ, ഈ അടിയിലുള്ള നമ്പർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് വിഷന് കുറവാണെന്ന് സാരം. അപ്പോൾ ഇവിടെ 6/9 എന്നാണ് രണ്ടിനും വേണ്ടത്, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. പിന്നെ അതിൻ്റെ ഡയോപ്റ്ററിൻ്റെ ഇതുമ്പാടെ പറയുന്നുണ്ട്, 2 ഡയോപ്റ്ററിൻ്റെ മുകളിൽ പോകാൻ പറ്റില്ല, ഇവിടെ 4 ഡയോപ്റ്ററാണ്. അപ്പോൾ അതൊക്കെ അവർ ചെക്ക് ചെയ്ത് പറയും. പിന്നെ അതുപോലെ ഇതിൻ്റെ നിയർ വിഷനും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ക്ലോസ് ആയിട്ട് ന്യൂസ് പേപ്പർ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ പറ്റുന്നൊരു നിയർ വിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ അവർ ഈ പറയുന്ന കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ ഇതൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് പോയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, നോർമലി നമുക്ക് കാര്യങ്ങളൊന്നും ഡൗട്ടില്ല, നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളും നൈറ്റിലോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതല്ല എന്തെങ്കിലും കണ്ണിന് എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ചെക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എന്നിട്ട് അപ്ലൈ ചെയ്തോളും. ദെൻ B2 6/9 6/12 ആണ്, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്. ദെൻ ഷോർട്ട് വിഷൻ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഡിസ്റ്റൻറ്റ് വിഷന് ഈ C1-ൻ്റെത് 6/12 6/18 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും എന്താണ് വീക്കായിട്ടുള്ള ഒരു വിഷൻ എന്ന് പറയുന്നത് C1 ആണ്. ഓക്കെ, അപ്പോൾ C1 തന്നെ നിങ്ങൾക്ക് കണ്ടില്ല, ഇവിടെ ഒരുപാട് പോസ്റ്റ് ഉണ്ട് ഇവിടെ C1 വെച്ചിട്ടാണ്. ഇനി അത് മാത്രമല്ല, അതിലേക്ക് കണ്ണട ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള വിഷയം മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടീഷനാണ്. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ A3 ഉണ്ടല്ലോ, A3 ഇവിടെ കാണാം നിങ്ങൾക്ക്. ഈ A3 പോസ്റ്റ് ഒന്നേ ഉള്ളൂ, ഒരു ഒറ്റ കാറ്റഗറി ഉള്ളൂ നമുക്ക് A3 വരുന്നത്. അത് ഈ ട്രാക്ക് മെഷീനിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ലേസിക് സർജറി ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്തവരാകരുത് എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊന്നും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ A3-ൻ്റെ ആ ഒരു എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്ന അതിലേക്ക് ലേസിക് സർജറി സ്വീകരിക്കുന്നതല്ല, അങ്ങനെ ചെയ്തവർ അതിലേക്ക് എലിജിബിൾ അല്ല എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള സ്റ്റാൻഡേർഡൊന്നും കുഴപ്പമില്ല കേട്ടോ.
ഇനി ഏജ് റിലാക്സേഷന് നിങ്ങൾക്ക് ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 1-ന് നിങ്ങൾക്ക് ഇവിടെ SST ഇത് 5 വർഷം, OBC 3 വർഷം, അതുപോലെ എക്സ് സർവീസ്മാൻ ഒക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, PWDക്ക് ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് ഡിയിലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് സി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ പിന്നെ വിഡോസ് ഡിവോഴ്സിനുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അവർക്ക് 40 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ ഉണ്ട്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെങ്കിൽ വേറെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഏജ് റിലാക്സേഷന്. അത് നേരത്തെ പറഞ്ഞാൽ SCSTക്ക് 5 വർഷം, OBCക്ക് 3, പിന്നെ എക്സ് സർവീസ്മാൻ, PWD അതുപോലെ തന്നെയുള്ള കാൻഡിഡേറ്റ്സിന് പുറമെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 2 രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ റെയിൽവേയിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. കാരണം ഇങ്ങനെയുള്ള കുറേ റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഗ്രൂപ്പ് ഡിയിൽ പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നല്ലതാണ് റെയിൽവേയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റീഷിപ്പ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ നിങ്ങൾ 2 വർഷം അപ്രൻറ്റീഷിപ്പ് റെയിൽവേയിൽ നിന്ന് ചെയ്തു വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഇപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങൾ 30 ഏജ് ലിമിറ്റ് വരുന്നത്, 30 ഏജ് ലിമിറ്റ്. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് 32 വയസ്സുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും. അതായത് നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ഡ്യൂറേഷൻ 2 വർഷമാണ്. നിങ്ങൾ റെയിൽവേയിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേയിൽ അപ്രൻറ്റീഷിപ്പിൻ്റെ ഡ്യൂറേഷൻ 2 വർഷം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 32 വയസ്സുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം അത് 30 ആയിട്ടാണ് അതിൻ്റെ എഫക്റ്റീവ് ഏജ് വരുന്നത്, 30 ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അത് റിലാക്സ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം റിലാക്സേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതി. ഇനി 9ാമത്തെ കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ 25 വയസ്സിന് മുൻപ്, ഇതും അപ്രൻറ്റീഷിപ്പിൻ്റെ ആണ്, 25 വയസ്സിന് മുൻപ് നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ റെയിൽവേയിൽ അപ്രൻറ്റീഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിൽ ജനറൽ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ കിട്ടും. OBC NCL ആണെങ്കിൽ അവർക്ക് 38 വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ കിട്ടും. SCST ആണെങ്കിൽ 40 വയസ്സ് വരെ അവർക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു സ്കീമാണ്. 25 വയസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ EWS ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, OBC NCL ആണെങ്കിൽ 38, SCST ആണെങ്കിൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അത് മാത്രമല്ല, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ മുകളിൽ പറഞ്ഞത് എന്താണെന്ന്. ഓക്കെ, അപ്പോൾ 2 അപ്രൻറ്റീഷിപ്പിൻ്റെ കാര്യങ്ങളുണ്ടോന്ന് 8 സീരിയൽ നമ്പർ 9. 8 പറഞ്ഞിരിക്കുന്നത് ജനറലായിട്ട് കണ്ടീഷനാണ്. നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് പീരീഡ് എന്താണ് ആ ഏജ് റിലാക്സേഷൻ ആയിട്ട് കണക്കാക്കും. ഇതൊരു സ്പെഷ്യൽ കണ്ടീഷനാണ്. നിങ്ങൾ 25 വയസ്സിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്താണ് ഇത്രയും മാക്സിമം ഏജ് ലിമിറ്റ് അവിടെ കിട്ടുമെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ ഫീ ആണ്. അപ്പോൾ എക്സാമിനേഷൻ ഫീ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പിന്നെ അത് വീഡിയോ മുഴുവൻ കാണാനായിട്ട് 500 അല്ലേ ഫീ, 250 ആണോ ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 സീരിയൽ നമ്പർ 1, 2 ആദ്യം പറഞ്ഞിട്ട് 1 ഞാൻ പറയാം. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് SC/ST, അതുപോലെ എക്സ് സർവീസ്മാൻ, അതുപോലെ PWD, അതുപോലെ ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, അതുപോലെ നിങ്ങൾക്കിവിടെ കാണാം മൈനോറിറ്റീസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്. ഈ പറയുന്ന കാറ്റഗറിക്കൊക്കെ 250 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത്. 250 രൂപ അവർക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ലഭിക്കും. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, റീഫണ്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാറ്റഗറി ഡൗട്ട് ഉണ്ടാവില്ല. SC/STക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല. എക്സ് സർവീസ്മാൻ, PWD, ഫീമെയിൽ, ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾ ഫീമെയിൽ ആണോ നിങ്ങൾക്ക് 250 അടിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ വേറെ കാറ്റഗറിയിലേക്ക് ഒന്നും പോകണ്ട. ജസ്റ്റ് നിങ്ങൾ ജെൻഡർ ഫീമെയിൽ ആണോ നിങ്ങൾക്ക് 250 ഫീ ഉള്ളൂ, നിങ്ങൾക്ക് 250 റീഫണ്ട് ലഭിക്കും. ട്രാൻസ്ജെൻഡറോ അതുപോലെ തന്നെയാണ്. ഇനി ഇവിടെ ഡൗട്ട് ഉണ്ടാകുക മൈനോറിറ്റീസ് ആണ്. ഓക്കെ, ഈ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെ മതമാണെന്ന്. ഇതവിടെ മുസ്ലിംസ്, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, ജൈൻ, സെറസ്ട്രെയിൻ, ഈ പറയുന്ന മതത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ മൈനോറിറ്റീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് 250 രൂപ അടച്ചാൽ മതി. ഇവിടെ നിങ്ങളുടെ കാറ്റഗറിയോ ജെൻഡറോ ഒന്നും നിങ്ങൾ നോക്കേണ്ട. നിങ്ങളെന്താണ് ജസ്റ്റ് ഏതാണോ നിങ്ങളെ റിലീജിയൻ അത് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ സബ്മിഷനിൽ നമുക്ക് ആ എമൗണ്ട് അതിനനുസരിച്ച് കാണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ് ഈ പറയുന്ന മതങ്ങളിൽ പെട്ടവരാണെങ്കിൽ 250 ഫീ അടച്ചാൽ മതി. 250 നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി ഇതൊന്നും ബാധകമല്ല. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ പറയുന്ന റിലാക്സേഷൻ ലഭിക്കുക. അപ്പോൾ മൈനോറിറ്റിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫീ റിലാക്സേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കണം. അത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് ഈ അഫിഡവിറ്റ് കൊണ്ടുപോകേണ്ടത്. അത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് അനുബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോർമാറ്റ്. അത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, ആ ഒരു അഫിഡവിറ്റ്, ഒരു സത്യവാങ്മൂലം നമ്മളത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ പറയുന്ന ഫീ റിലാക്സേഷൻ നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ആവശ്യമുണ്ടെന്ന് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ ആ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കണം. അഫിഡവിറ്റ് തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ റിജക്റ്റ് ആവും.
ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്. ഈ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ഒരിക്കലും ഈ EWS അല്ലെങ്കിൽ OBC കാറ്റഗറി അങ്ങനെയല്ല മീൻ ചെയ്തത്. ഇത് വേറെ തന്നെ ഒരു ഫീ റിലാക്സേഷൻ മാത്രമാണ് ഇവർക്ക് കൊടുക്കുന്നത്. അതായത് ആനുവലി നിങ്ങൾ ഏതോ കാറ്റഗറി ആയിക്കോട്ടെ, നിങ്ങൾ ഏത് വിഭാഗമായിട്ടോ, ഇവിടെ അതൊന്നും പ്രശ്നമില്ല. ആനുവലി നിങ്ങളെ ആ ഒരു ആനുവൽ ഇൻകം 50,000 താഴെ ആണെങ്കിൽ നിങ്ങൾക്കും 250 അടച്ചാൽ മതി, 250 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ പ്രൂഫായിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് വേണ്ടത് നിങ്ങളെ വാലിഡ് ആയുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് BPL കാർഡ് ഉള്ളവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഈ പറയുന്ന ഫീ റിലാക്സേഷൻ കിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എന്താണ്, ഇപ്പോൾ അവർ BPL കാർഡ് ഉണ്ടായിരിക്കുക, അതിൻ്റെ ഡീറ്റെയിൽസിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി എന്താണ് ഫീ റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി മുസ്ലിം കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരെന്താണ് ഈ പറയുന്ന ഫീ റിലാക്സേഷൻ ഇവിടെ ഈ പറയുന്ന EBC എന്താണ് അവിടെ ES എന്നുള്ള കൊടുക്കേണ്ട ആവശ്യമില്ല, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്നുള്ള കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് എന്താണ് ഫീ റിലാക്സേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫീ റിലാക്സേഷൻ നിങ്ങൾ വീണ്ടും നിങ്ങൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ 50,000 മുകളിൽ താഴെ നിങ്ങളുടെ വരുമാനം വരുന്നതാണെങ്കിൽ ഈ BPL കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഫീ റിലാക്സേഷന് നിങ്ങൾക്ക് എലിജിബിൾ ആണ്. ഓക്കെ, അപ്പം ബാക്കി രീതിയിലുള്ള ഫീ റിലാക്സേഷൻ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ EBC വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊടുക്കുന്ന, അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസിൽ നിങ്ങൾ അത് എനേബിൾ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇനി ഇതിൽ പെടാത്ത ഇത്രയും പല രീതിയിൽ ഫീ റിലാക്സേഷൻ ഇവിടെ പറഞ്ഞു, അതിലൊന്നും പെടാത്ത എല്ലാ ഉദ്യോഗാർത്ഥികളും 500 രൂപ ഫീ അടയ്ക്കണം. ഓക്കെ, അവർക്ക് 100 രൂപ പിടിച്ചിട്ട് ബാക്കി 400 രൂപയായിരിക്കും എക്സാം എഴുതി കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ലഭിക്കുക. ഓക്കെ, ഇത്രയുമാണ് ഫീയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുള്ള കാര്യങ്ങളുണ്ട്. OBC ക്രിമിലിയർ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ OBC റിസർവേഷൻ ഒന്നും ലഭിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ ഫോമിൽ നമ്മൾ OBC സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട OBC സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ കാണാം ഓൺ ഓർ ആഫ്റ്റർ April 1 കൂടെ കാണാം 2025 ഏപ്രിൽ 1 അതിന് ശേഷമോ എടുത്ത വാലിഡ് OBC സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം. അതിൻ്റെ ക്ലോസിങ് ഡേറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകാനും പാടില്ല. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് നോട്ട് ലേറ്റർ ദാൻ ക്ലോസിങ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ ക്ലോസിങ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 28 ജൂലൈ 28. ജൂലൈ 28 ശേഷം എടുത്ത സർട്ടിഫിക്കറ്റ് പറ്റില്ല. എന്നാൽ April 1 മുൻപ് എടുത്ത സർട്ടിഫിക്കറ്റും പറ്റില്ല. ഈ April 1 ജൂലൈ 28 ഇടയിൽ എടുത്ത സർട്ടിഫിക്കറ്റ് വാലിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് OBC NCL കാൻഡിഡേറ്റ്സിന് മാത്രമേ റിസർവേഷനും ഏജ് റിലാക്സേഷനും ഒക്കെ ലഭിക്കുകയുള്ളൂ. OBC ക്രിമിലിയർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് യാതൊരു ബെനിഫിറ്റും ലഭിക്കില്ല. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് അനുബന്ധം 2 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോർമാറ്റ് അത് സെയിം ഫോർമാറ്റ് വേണമെന്നാണ് RRB അവകാശപ്പെടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നിങ്ങളത് തയ്യാറാക്കുക. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കൊക്കെ തരാം. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് എക്സ്ട്രാ നമ്മൾ OBC NCL സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റും പാടെ നമ്മൾ കൊണ്ടുപോകണം. അതൊക്കെ നിങ്ങൾ ആ സമയത്ത് നമ്മൾ നോക്കിയാൽ മതി. അതിൻ്റെ ഫോർമാറ്റും അനുബന്ധം 2A കൊടുത്തിട്ടുണ്ട് അവർ. ഓക്കെ, അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റാണ്. SC/ST OBC EWS ഏതാണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ താലൂക്കിൽ നിന്ന് തഹസിൽദാറാണ് ഇഷ്യൂ ചെയ്ത് തരേണ്ടത് കേട്ടോ. ഇനി രജിസ്ട്രേഷൻ ഫോർ സ്ക്രൈബ്സ് ആണ്. അപ്പോൾ ഈ സ്ക്രൈബ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഒരു ശാരീരികമായിട്ട് പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് എക്സാം എഴുതാൻ സഹായി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സ്ക്രൈബിന് ആവശ്യമുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്ക്രൈബിനെ ചൂസ് ചെയ്യണം. സ്ക്രൈബിനെ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ സ്ക്രൈബ് എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ITI വെച്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ITI-നായിട്ടും താഴെ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മളെക്കാളും ലോവർ ലെവലിൽ ഉള്ളവരായിരിക്കണം. അതായത് നമ്മളെക്കാളും ഉയർന്ന ക്വാളിഫിക്കേഷനിലോ നമ്മൾ അതേ സെയിം ക്വാളിഫിക്കേഷനിലോ ഒന്നും ഉള്ളവരാകാൻ പാടില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒന്നും എന്താണ് നമുക്ക് സ്ക്രൈബിനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ അതിൻ്റെ മെയിനായിട്ടുള്ള കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. ബാക്കി കണ്ടീഷനൊക്കെ ജനറലായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് റീഡ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സ്ക്രൈബിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു നമ്മുടെക്കാളും എഡ്യൂക്കേഷൻ താഴെ ഉള്ള ആളായിരിക്കണം. അതായത് ഒരു 10ാം ക്ലാസ്സിലൊക്കെ ITI ആണെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി മറ്റ് കണ്ടീഷൻ എന്താ വെച്ചാൽ സ്ക്രൈബിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചു, നമ്മളിതിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ ഞാൻ പറഞ്ഞ പുതിയൊരു ബട്ടൺ വന്നിട്ട് ഇവിടെ കാണാൻ സ്ക്രൈബ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം, ആദ്യം സ്ക്രൈബ് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ പറയുന്ന സ്ക്രൈബായിട്ട് പോകുന്ന ആൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളൊരു ഭാഗമുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതായത് സ്ക്രൈബായിട്ട് ആരാണോ പോകുന്നത് ആ വ്യക്തി, കാൻഡിഡേറ്റ് അല്ല. ഓക്കെ, അപ്പോൾ അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയുള്ള കാര്യങ്ങൾ. അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു OTR നമ്പറൊക്കെ കിട്ടും, അത് അവർ കീപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവർ ഈ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ആൾ. ഓക്കെ, എക്സാം സഹായിയല്ല, അത് ഞാൻ സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ, അപ്പോൾ അത് മാറിപ്പോണ്ട. അപ്പോൾ എക്സാം എഴുതുന്ന ആൾ, അതായത് കാൻഡിഡേറ്റ്സ്, ഈ കാൻഡിഡേറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യണം. ഓപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ലഭിക്കില്ല കേട്ടോ. ഓക്കെ, ആ ഒരു സ്ക്രൈബിനെ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളങ്ങനെ ഓപ്റ്റ് ചെയ്യണം. എനിക്ക് സ്ക്രൈബ് വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളവിടെ യെസ് എന്നുള്ളത് കൊടുക്കണം. ഓക്കെ, ആവശ്യമുണ്ടെന്നുള്ളത് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡേറ്റ്, ജസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷയുടെ മോഡിഫിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു 5 ദിവസം ടൈം തരും. ആ 5 ടൈം ഇവിടെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതാ, 11/8/2025 മുതൽ 15/8, ഈ 5 ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ടൈമാണ്. അതായത് കാൻഡിഡേറ്റ്സ് കേട്ടോ, കാൻഡിഡേറ്റ്സ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ കാൻഡിഡേറ്റ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡേറ്റിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് നമ്മൾ സ്ക്രൈബേഴ്സിൻ്റെ, അതായത് നമ്മൾ എക്സാം എഴുതാൻ സഹായിക്കുന്ന ആൾക്ക് ഒരു OTR വന്നിട്ടുണ്ടാവുമല്ലോ, 1 ടൈം രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ടാവും. ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, അടിച്ചു കൊടുക്കണം. ആ നമ്പർ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ സ്ക്രൈബേഴ്സിൻ്റെ ഫോണിലേക്ക് OTP പോകും. ആ OTP നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, ആ OTP നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ OTP കൊടുക്കുക. അങ്ങനെ OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രൈബിനെ നമ്മൾ കൺഫേം ചെയ്തു എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങൾക്ക് സ്ക്രൈബിനെ കിട്ടില്ല. അപ്പോൾ അത്രയാണ് ചുരുക്കി പറഞ്ഞാൽ. നമ്മൾ ഈ സ്ക്രൈബ് ആദ്യം എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ അവർക്ക് ഒരു OTR കിട്ടും. അത് പിന്നെ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന ഡേറ്റ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ആ ഡേറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന അവരുടെ OTR വെച്ചിട്ട് നിങ്ങളതിൽ നിങ്ങളുടെ ലോഗിൻ ചെയ്ത് അവരുടെ OTR അടിച്ചു കൊടുക്കുക. OTR അടിച്ചാൽ അവരെ ഇതിൽ മൊബൈലിലേക്ക് OTP പോകും. ആ OTP അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ സ്ക്രൈബിനെ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്ക്രൈബിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ കോൾ ലെറ്റർ ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ അവർ ID കാർഡും ഒക്കെ എന്ത് ചെയ്യണം, എക്സാമിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വായിക്കാം, ജസ്റ്റ് റീഡ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വരെ ഒന്ന് കാത്തിരിക്കേണ്ട, ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക, അപ്ലൈ ചെയ്യുക. അപേക്ഷയുടെ ലാസ്റ്റ് ഡേ വരെ കാത്തു നിൽക്കരുത് എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, മെഡിക്കലി ഫിറ്റ് ഓർ അൺഫിറ്റ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ടെസ്റ്റ് ആണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിൽ വഴിയായിട്ടും ഒക്കെ വരും. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുക, അതിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ഓരോ പേ ലെവലിനും ഓരോ സെപ്പറേറ്റ് എക്സാമിനേഷനാണ്. അതായത് പേ ലെവൽ 5, അതായത് ഗ്രേഡ് 1 നടക്കുന്ന എക്സാമാണ് നമ്മൾ പറയുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1-ൻ്റെത് 90 മിനിറ്റ് 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. 1/3 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും, തെറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ആയിട്ടായിരിക്കും നടത്തുക. അതുകൊണ്ട് തന്നെ നോർമലൈസേഷൻ ആയിരിക്കും മാർക്ക് ഉണ്ടാകുക കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ടെക്നീഷ്യൻ 1 സിലബസിൽ കൊടുത്തിട്ടുണ്ട്. സിലബസ് നോക്കി വേറെ ആരെയും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിന് ബെസ്റ്റ് ബുക്കൊക്കെ ഞാൻ നമ്മുടെ പ്രൊഡക്ട്സിനുള്ളിൽ ലിസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സബ്ജക്റ്റ് വൈസ് ബ്രേക്കപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ അവയർനെസ് 10 ക്വസ്റ്റ്യൻ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 15, ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ 20, മാത്തമാറ്റിക്സ് 20, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയർ 35, ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. ഇനി അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3-ൻ്റെതാണ്. ഇതിലേക്ക് 90 മിനിറ്റ് 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. 1/3 മാർക്ക് നെഗറ്റീവ് പിടിക്കും. ഇതിലും ഏത് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും, നോർമലൈസേഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് സിലബസും കൂടെ നോക്കാം. സബ്ജക്റ്റ് വൈസ് ബ്രേക്കപ്പ്, മാത്തമാറ്റിക്സിൽ 25 ക്വസ്റ്റ്യൻ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25, ജനറൽ സയൻസ് 40, ജനറൽ അവയർനെസ് 10. ഓക്കെ, അങ്ങനെ 100 ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ് വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ ആയിട്ടെന്ന് പറഞ്ഞു. അതിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 2024 നമ്മൾ, അല്ലെങ്കിൽ ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ALPൻ്റെതൊക്കെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി നമ്മളെ കയ്യിലുള്ള പ്രീ എക്സിസ്റ്റിംഗ് ആയുള്ള ഫോട്ടോഗ്രാഫ് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാണ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് അങ്ങനെ പ്രീ എക്സിസ്റ്റിംഗ് ഫോട്ടോഗ്രാഫ് ആവശ്യമില്ല. നമ്മൾ ലൈവായിട്ട് ഫോട്ടോ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന സംവിധാനമാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് വെബ് ക്യാം യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ ലൈവായിട്ട് ഫോട്ടോ എടുത്ത് നമ്മളതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ലൈവായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നോൺ വൈറ്റ് ക്ലോത്തിങ് ആണ് പറയുന്നത്. അതായത് കുറച്ച് ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക. ബാക്ക്ഗ്രൗണ്ടൊക്കെ വൈറ്റ് ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടും ആക്കുക. കോൺട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കോൺട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്.
അതുപോലെ തന്നെ ക്യാമറയുടെ ഫ്രണ്ടിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ നിന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ക്ലോസ് ആകാനും പാടില്ല, ഫാർ ആകാനും പാടില്ല. അതിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാകും, ആ ഫ്രെയിമിൽ കറക്റ്റ് ഫില്ലാകുന്ന രീതിയിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുക. എന്നിട്ട് പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് അത് ഫൈനലൈസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വീണ്ടും റീടേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് JPG ഫോർമാറ്റിൽ നമ്മൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ SCST സർട്ടിഫിക്കറ്റും PDF ഫോർമാറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ, SCST കാൻഡിഡേറ്റ്സ്. അപ്പോൾ സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പം ബ്ലാക്ക് പേന കൊണ്ട് വൈറ്റ് പേപ്പറിലായിരിക്കണം സൈൻ ചെയ്യേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം, അതായത് കേഴ്സീവ് അല്ലെങ്കിൽ ജോയിൻറ്റ് ലെറ്റർ ആയിരിക്കണം, അതായത് കണ്ടിന്യൂസ് ആയുള്ള രീതിയിലായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്, സിഗ്നേച്ചറിൻ്റെ 100 ഡോട്ട് പെർ ഇഞ്ച് എന്നുള്ള റെസൊല്യൂഷൻ ഉണ്ടായിരിക്കണം. JPG ഫോർമാറ്റ് ആയിരിക്കണം. 30 KB to 49 ഫയൽ സൈസ് പറ്റും. 150 to 60 പിക്സൽ ഡയമെൻഷൻ മറ്റും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ബോക്സ് ഡയമെൻഷൻ പറയുന്നുണ്ട് 35 mm to 20 mm ആണ്. ആ ബോക്സിൽ അതിൻ്റെ സെൻറ്ററിൽ അലൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രിവ്യൂ നോക്കുന്ന സമയത്തൊക്കെ നല്ല ക്രോസ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ സിഗ്നേച്ചർ റിജക്റ്റ് ആണുള്ള പോസിബിലിറ്റി ഇവിടെ പറയുന്നുണ്ട്. നോൺ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ, അതായത് വൈറ്റ് അല്ല സിഗ്നേച്ചറെങ്കിൽ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലല്ല സിഗ്നേച്ചറെങ്കിൽ അത് റിജക്റ്റ് ആവും. ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ട് അല്ലെങ്കിലും റിജക്റ്റ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. SCST സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 400 KB കൂടാൻ പാടില്ല, PDF ഫോർമാറ്റ് ആയിരിക്കണം. ഓക്കെ. ഇനി മോഡിഫിക്കേഷൻ നമ്മൾ ഓരോ പ്രാവശ്യം മോഡിഫൈ ചെയ്യുമ്പം 250 രൂപ നമ്മൾ കൊടുക്കണം കേട്ടോ. പിന്നെ ഈ പറയുന്ന ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസും നമ്മൾ ചൂസ് ചെയ്ത RRBയും പെർമനൻ്റ് ആണ്, ഒരിക്കലും മാറ്റാൻ പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ RRB ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ വേക്കൻസി ഒക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ വേക്കൻസി ഒക്കെ നോക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഇവിടെ കാണിക്കാം. ഒക്കെ നമ്മുടെ PDF കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. RRBൻ്റെ ഒറ്റ PDF തന്നെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് എല്ലാം കിട്ടും. പേ നമ്പർ ഏകദേശം 41 വരുന്നത്. ഇവിടെ കാണാം അഹമ്മദാബാദ്. ഓരോന്ന് നോക്കാം കേട്ടോ. ഓരോ കാറ്റഗറി ഉണ്ടാവും ഇവിടെ. ഓക്കെ. ആ കാറ്റഗറിയിൽ എത്ര വാക്കൻസി, ജനറൽ, SST, OBC അങ്ങനെ ഓരോന്നും ഇവിടെ കാണിക്കും. അങ്ങനെ ഓരോ RRB ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ RRBയിലും നിങ്ങൾക്ക് എല്ലാ കാറ്റഗറി ഒന്നും അവൈലബിൾ ആവില്ല. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി എവിടെയാണെന്നൊക്കെ നോക്കി ഏറ്റവും കൂടുതൽ വാക്കൻസി ഒക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് സീരിയൽ നമ്പർ അല്ല, കാറ്റഗറി നമ്പറുമാണ് കേട്ടോ. ഓക്കെ. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ ചെന്നൈ ഒക്കെ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം ഏറ്റവും ലാസ്റ്റാണ് കിടക്കുന്നത്. ചെന്നൈ ഇവിടെ കാണാം. ചെന്നൈയിൽ ടോട്ടൽ വാക്കൻസി വന്നിരിക്കുന്നത് ഇവിടെ കാണാം നിങ്ങൾക്ക് 1347 വാക്കൻസി ടോട്ടൽ കേട്ടോ. അങ്ങനെ ഓരോ RRB നിങ്ങൾക്ക് നോക്കിയിട്ട് അനുസരിച്ച് ചെയ്യാം. തിരുവനന്തപുരം RRB തിരുവനന്തപുരം നമുക്ക് തിരുവനന്തപുരം നമുക്ക് ടോട്ടൽ 197 ആട്ടോ വന്നത്. ഓക്കെ. തിരുവനന്തപുരം കുറച്ച് കുറവാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ട്രേഡ് നിങ്ങളുടെ ചോയ്സാണ്, ഇതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു മെർജിൻ്റെ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഇനി മെർജ് ചെയ്യാത്ത സിംഗിൾ കാറ്റഗറിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം കാറ്റഗറി 1, 2, 3, 4, 5, 6, 8 കഴിഞ്ഞ് പിന്നെ 11, 13, 14, 17, 18, 19, 24, 27, 28, 30. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ പറയുന്ന കാറ്റഗറിയൊക്കെയാണ് മെർജ്ഡ് കാറ്റഗറി. ആ മെർജ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഡഡ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൽ ഏതൊക്കെയാണ് മെർജ്ഡ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ, കൺഫ്യൂഷൻ വേണ്ട വെച്ച് പറഞ്ഞാണ്. ഇതാണ് SCST സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായി, ഇതേ സെയിം മാതൃക ആയിട്ട് വെച്ചാൽ നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനും നമുക്കുള്ള ആ ഒരു എന്താ പറയുക, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കൺഫ്യൂഷനായിട്ട് മാറും. ഈ സെയിം ഫോർമാറ്റ് തന്നെ വെക്കുക കേട്ടോ. അവർ നമ്മളോട് സെയിം ഫോർമാറ്റ് വെക്കാനാണ് പറയുന്നത്. OBC NCLൻ്റെ സെയിം മാതൃക ഇതാണ്. സെയിം ഫോർമാറ്റ് നിങ്ങളിത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സെയിം ഫോർമാറ്റ് വെക്കുക. അപ്പോൾ അതിൻ്റെ മോഡലൊക്കെ RRBയുടെ വെബ്സൈറ്റിലുണ്ട്. ജസ്റ്റ് അത് ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് പാടെ അത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോൾ സമയത്ത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ തന്നെ സൈൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. ആ സമയത്ത് നോക്കിയാൽ മതി. പിന്നെ EWS കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ് മാതൃക, പിന്നെ PWD കാൻഡിഡേറ്റ്സിൻ്റെ ഒക്കെയാണ് കേട്ടോ. ഡിസബിലിറ്റി, എക്സ് സർവീസ്മാൻ, ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥിൻ്റെ ആണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ കാണാം RRB ടെക്നീഷ്യൻ കേരള ജോബ്സ് എന്നുള്ളതിൽ കാണാം. RRB ടെക്നീഷ്യൻ റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് കാണാം. ഇനി ഇതിവിടെ കണ്ടില്ലെന്ന് താഴെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ RRB ടെക്നീഷ്യൻ അടിച്ചു കൊടുത്താൽ മതി. സെർച്ചിൽ ഞാനിവിടെ RRB ടെക്നീഷ്യൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഉണ്ട്, എല്ലാത്തിലും ഫോളോ ചെയ്യുക. അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് ലോഡായി വരും. നോക്കാം. ഇവിടെ കാണാം നിങ്ങൾക്ക്, ഇതാണ് നമ്മുടെ RRB റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ.
അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് കൂടെ കാണാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണെങ്കിലും ടെക്നീഷ്യൻ ഗ്രേഡ് 2 3 ആണെങ്കിലും ഒക്കെ എന്താണ് 28/7 ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെയിലൊക്കെ അയച്ച് ഹെൽപ്പ് ഡെസ്ക് നമ്പർ മെയിലൊക്കെ കൂടെ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കാറ്റഗറി 1ൻ്റെ സർട്ടിഫിക്കറ്റാണ് അവരോട് കൊടുത്തിരിക്കുന്നത്. അത് അപ്ഡേറ്റ് ചെയ്യായിരിക്കും. കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓൾറെഡി നിങ്ങളിതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുക. ഇത് ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല കേട്ടോ. ഇത് 1 ടൈം ആണ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് നല്ല വെരിഫൈ ചെയ്തിട്ട് കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ഓൾറെഡി ലോഗിൻ ചെയ്ത് കാണിക്കാവുന്ന ഇതിൽ ലോഗിൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് 2 ഓപ്ഷൻ കൂടെ ഉണ്ട്. ഞാൻ മുൻപ് ഡെമോ ചെയ്തതിൻ്റെ അക്കൗണ്ട് ഇതിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ലോഗിൻ ചെയ്തതാണ്. ഇവിടെ കാണാമെങ്കിൽ ലോഗിൻ വിത്ത് ആധാർ, ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽ. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ആധാറിൻ്റെ ആധാർ കാർഡ് വെച്ചിട്ട് ചെയ്യാം, ഇല്ല നിങ്ങളെ ലോഗിൻ ID-യും പാസ്വേഡും വെച്ച് ചെയ്യാം. ലോഗിൻ വിത്ത് ഇത് കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ മെയിൽ ID-യും പാസ്വേഡും കൊടുത്തു, ലോഗിൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 2 രീതിയിൽ, ഒന്ന് OTP ഇമെയിലിലേക്ക് വരുത്താം, അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് വരാം. ഏതാ നിങ്ങളുടെ ഇതിനനുസരിച്ച് ചെയ്യാം. ഫസ്റ്റിൻ്റെ OTP ഫോണിലേക്ക് OTP ഒരുപാട് അടിച്ചു കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. ഇനി ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന 2 കാറ്റഗറി നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. ഒന്ന് നമുക്ക് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഗ്രേഡ് 1 ആണ് മുകളിൽ, ഇവിടെ അടിയിൽ ഗ്രേഡ് 3 ആണ്. നിങ്ങൾ നല്ല നോക്കണം ഏതാണെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഇത് നമ്മൾ ഡീബാറും ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ കൺഫേം ചെയ്യുന്നു. ഇവിടെ RRB ചൂസ് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മളിവിടെ RRB ചൂസ് ചെയ്യാം. ഏത് RRBയിലേക്കാണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ 2 ടിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ മുൻപത്തെ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഡാറ്റാസൊക്കെ ഇതിലേക്ക് ഫെച്ച് ആവും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഡീറ്റെയിൽസിലേക്ക് വരും. ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഇപ്പം തന്നെ നിങ്ങൾ ബോറടിച്ചിട്ടുണ്ടാവും, അത്രയും ലെങ്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം, എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.